പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ദ ലൈഫ് മിനിസ്ട്രീസ് ചേർച്ചിൻ്റെ എൽഡേഴ്സിലൊരാളായ ജോൺ അങ്കിളാണ്. ജോൺ അങ്കിൾ നമുക്കെല്ലാം ഒരു ഇൻസ്പിറേഷനാണ്. ജോൺ അങ്കിൾ സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള സീൽ നമുക്ക് കാണാനും കഴിയും, അത് നമ്മളിലേക്ക് ഇമ്പാർട്ടഡായി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ ബഹുമാനമുള്ള ജോൺ അങ്കിളിനെ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ജോൺ അങ്കിൾ, പ്രൈസ് ഗോഡ്. ഓക്കെ, ജോൺ അങ്കിളിനോട് ആദ്യം ചോദിക്കാനുള്ളത്, ജോൺ അങ്കിളിൻ്റെ ഏർലി ലൈഫ് എങ്ങനെയായിരുന്നു? ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഏത് ജോലിയൊക്കെയാണ് ചെയ്തിരുന്നത്, എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊന്ന് പറയാമോ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. എന്നിരുന്നാലും പെന്തക്കോസ്ത് കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിവാഹം ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു കൊച്ചുണ്ടായിട്ടുണ്ട്. അതുമാത്രം ഞങ്ങൾ 3 പേര് മാത്രമാണ് ഒരു ഫാമിലി എന്ന് പറയാനായിട്ട്. ഞങ്ങളുടെ എൻ്റെ പിതാവിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലിയാണ്. എന്നിരുന്നാലും ഞങ്ങളിങ്ങനെ 3 പേരാണ്. ഞങ്ങൾ ഇവിടെ പുറമെ ഗുജറാത്തിലാണ് ഞങ്ങളുടെ കൂടുതൽ സർവീസ് എനിക്ക് കിട്ടിയത്. ബറോഡ കളക്ടറേറ്റിലാണ് ഞാൻ ജോലി ചെയ്ത്. അതുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫറബിൾ ജോലിയായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജോലിപരമായ കാര്യങ്ങളിൽ, കുടുംബപരമായ കാര്യങ്ങളിൽ പറയാനുള്ളത്. ജോൺ അങ്കിൾ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? അത് എത്ര കൊല്ലം ജോലി ചെയ്തു? അത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ചെയ്തിരുന്നതെന്ന് കൂടെ ഒന്ന് പറയാമോ? അത് ജോലിപരമായ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഗുജറാത്തിലാണ് ജോയിൻ ചെയ്തത്. ഗുജറാത്ത് ഏരിയ വളരെ നീണ്ട ഏരിയയാണ്. അതിൽ കസ്റ്റംസിലായിട്ട് ഞാൻ പോയിരുന്നു, ജാംനഗർ കസ്റ്റംസിൽ. അവിടെ കസ്റ്റംസിൽ ജോലി ചെയ്തപ്പോൾ തിരിച്ചു വരാൻ, ഡ്യൂട്ടി പോയി കഴിഞ്ഞാൽ 15 or 20 ദിവസം തിരിച്ചു വരാൻ സാധിക്കില്ല. കുടുംബത്തെ നോക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു ജോലിയാണ്. അതായത് കപ്പലിൽ കയറി കഴിഞ്ഞാൽ കപ്പൽ പോകുന്നവരെ ചിലപ്പോൾ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരു വ്യക്തി റിലീവ് ചെയ്യുന്നത് വരെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ ജോബ് വിട്ട് ഞാൻ കസ്റ്റംസ് വിട്ട് സെൻട്രൽ എക്സൈസിൽ ഞാൻ ജോലിയെടുത്തു. സെൻട്രൽ എക്സൈസ് എന്ന് പറഞ്ഞാൽ സകല കമ്പനികളുടെ ചാർജാണ് വരിക. ഒരു ഏരിയ, ഒരു റേഞ്ചിൽ 50 or 60 കമ്പനികളുണ്ടെങ്കിൽ അതിൻ്റെ ചാർജിൽ ഞങ്ങൾ നിൽക്കണം. അങ്ങനെയാണ് നോക്കേണ്ടത്. ആ രീതിയിൽ എൻ്റെ ജോലി നടന്നിരുന്നു. ജോലി ചെയ്യുന്നതിൽ ഞാൻ പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ലാതെ, ഒരു സെക്കൻഡ് നഷ്ടപ്പെടാതെ ജോലി ചെയ്യും. കൃത്യമായി, അതാണ് പറയുന്നത്, കൃത്യമായി ജോലി ചെയ്യും. അതായിരുന്നു എൻ്റെ ജോലി. ആ സമയത്ത് എവിടെ നിൽക്കുന്നോ അവിടെയുള്ള പെന്തക്കോസ്ത് ചർച്ചിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ജോലിക്കാരപരമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ റിട്ടയർമെൻറ്റ് വരെ എൻ്റെ ജോലി ഉണ്ടായിരുന്നു. 52 1992 വരെ ഞാൻ ജോലി ചെയ്തു. അങ്ങനെയാണ് അവിടുന്ന് അമേരിക്കയിൽ എൻ്റെ ബ്രദർ ഇൻ ലോ ഫയൽ ചെയ്തിട്ട് ഞാൻ പോയതാണ്. പിന്നെ അമേരിക്കയിൽ 20 വർഷം അവിടെയും ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാരണം, അമേരിക്കയിൽ പങ്ക്ച്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ നിർത്തുള്ളൂ. ഞാൻ വളരെ പങ്ക്ച്വാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ സാധാരണ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ജോലി ചെയ്യാൻ റെഡിയായിരുന്നു. അതുകൊണ്ട് അവിടെ കൂടുതൽ ആ കമ്പനികളെല്ലാം കൂടുതൽ വർക്ക് ചെയ്തത് ഞാനാണ്. അങ്ങനെയാണ് എൻ്റെ അവിടുത്തെ ജോബ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നത്. പ്രൈസ് ഗോഡ്. അങ്കിള് ജോലി ചെയ്തിരുന്ന പോലെ തന്നെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എപ്പോഴും യേശു ക്രിസ്തുവിന് വേണ്ടി ഗോസ്പൽ പറയാനോ ഹൗസ് വിസിറ്റ് ചെയ്യാനോ എന്ത് കാര്യം ചെയ്യാനും എപ്പോഴും റെഡിയാണ്. അങ്കിളിനിപ്പോൾ 71 വയസ്സ്, അല്ല 91 വയസ്സ്. അങ്കിളിനിപ്പോൾ 91 ഇയേഴ്സാണ്. എന്നിട്ടും ഇപ്പോൾ യൂത്തിന് പോലും ഇല്ലാത്ത എനർജിയും, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു സീലും അങ്കിളിനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നത്? എങ്ങനെയാണ് ക്രിസ്തുവിനെ അറിയാനിടയായത്? ആ ഒരു എക്സ്പീരിയൻസ് അങ്കിളൊന്ന് ഷെയർ ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്.
ഞാൻ അമേരിക്കയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ വൈഫ് എൻ്റെ ബ്രദറിലോടെ അടുത്ത് ഒന്ന് പോയിരുന്നു. പോയി കഴിഞ്ഞ് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. അവിടെ പോയി ജോലി എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. ഞാനതിനെ കമ്പൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കോച്ചിനോ മാത്രമുള്ള നോക്കാനായിട്ട് നമ്മൾ 3 പേരും മതി എന്നുള്ള താല്പര്യമായിരുന്നു. എന്നിരുന്നാലും എൻ്റെ ഭാര്യ അവിടെ പോയി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ദിനകരൻ്റെ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് എൻ്റെ വൈഫിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പേര് വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് മാറി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അതിൽ നിന്നാണ് ഞാൻ പെന്തക്കോസ്തുകാരനായിട്ട് ഞാനും മാറിയത്. അപ്പോൾ ആ സമയത്ത് വരെ ഞാൻ മർത്തോമേലായിരുന്നു. പെട്ടെന്ന് ഞാനത് വിട്ടു. എൻ്റെ വൈഫ് വന്നപ്പോൾ സത്യത്തിൽ നിൽക്കാം എന്നുള്ളൊരു താല്പര്യത്തിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ ഉറപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ പെന്തക്കോസ്തിലേക്ക് കടന്നു വന്നത്. അങ്കിൾ അത്ഭുതകരമായ ഒരു സൗഖ്യം, ക്യാൻസറിൽ നിന്ന് അങ്കിളുടെ വൈഫ് സൗഖ്യമായത് കണ്ട് ദൈവം പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി. വിശ്വാസത്തിൽ വന്നതിന് ശേഷം അങ്കിളിന് എന്തെങ്കിലും പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴികളിൽ നടക്കാതെ ഇരിക്കുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വന്ന എന്തെങ്കിലും ത്യാഗങ്ങളോ പ്രതികൂലങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഗുജറാത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഗുജറാത്തിലത്തെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് വളരെ കഷ്ടപ്പാടുള്ള സ്ഥലമാണ്. ഞാനൊരു ഓഫീസറായതുകൊണ്ട് എവിടെയെങ്കിലും പോകാം, കയറാം, എന്തെങ്കിലും കഴിക്കാം. അല്ലാതെങ്കിൽ അവിടെ സാധാരണ രീതിയിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവരവിടെ പറയുന്നത് ക്രിസ്തിയാണോ, പിന്നെ അവിടുന്ന് നമുക്ക് വെള്ളം പോലും തരാത്ത ഒരു സ്ഥലമാണ്. അഥവാ വെള്ളം തന്നാൽ ആ ഗ്ലാസ് അവർ ഉപയോഗിക്കില്ല. അങ്ങനെയുള്ള സ്ഥലമാണ്. ഞാൻ ഓഫീസറായതുകൊണ്ട് അത് അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനൊന്ന് നോക്കിയാൽ മതി, കാര്യം തീർന്നു. പിന്നെ അത് തന്നെയല്ല, ചില സ്ഥലങ്ങളിൽ പോയാൽ അവർ ഭയങ്കര ധനാഢ്യന്മാരാണ്. അവരുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഒരു റൂമിൽ അവിടെ പോയപ്പോൾ ആ വ്യക്തി ഒരു റൂമിലേക്ക് തന്നെ കയറ്റിയപ്പോൾ അത് കംപ്ലീറ്റ് കബോർഡാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ മുഴുവൻ കുപ്പികൾ നിറഞ്ഞു കണ്ടു. അതായത് എത്ര ലിക്കർ ഏത് കമ്പനിയുടെ ഉണ്ട്, ഫോറിൻ്റെ ഉണ്ട്, എവിടെയുണ്ട്, അതെല്ലാം വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ വന്ന് ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ്, സാറേ വാ ഇവിടെ നമുക്ക് കുടിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാനിത് കണ്ടു, അതിശയിച്ചു. നല്ല കുപ്പികൾ, ഭംഗിയുള്ള കുപ്പികളാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, അതെല്ലാം കണ്ട് പുള്ളിയോട് ഞാൻ പറഞ്ഞു, നല്ല ഡിസൈനായിട്ട് വെച്ചിട്ടുണ്ട് കുപ്പികളെല്ലാം. പക്ഷേ ഞാൻ പറഞ്ഞു, മടുക്കയിൽ, അതായത് കുടത്തിൽ, മണ്ണ് കുടത്തിൽ വെള്ളം അവർ കുടിക്കാറുണ്ട് ഗുജറാത്തികൾ. അതിൽ ഞാൻ പറഞ്ഞു, അതിലും തന്നെ തണുത്ത വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ മുഖഭാവം മാറിയിട്ട് പുള്ളി കൊണ്ടുവന്ന് തന്നു വെള്ളം. പക്ഷേ പുള്ളി വാസ്തവത്തിൽ പറഞ്ഞാൽ പിന്നീട് എന്നെ പേടിയാണ് പുള്ളിക്ക്. കാരണം ഞാൻ കുടിക്കില്ലെന്ന് മനസ്സിലായി. അവരുടെ വേലത്തരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ഞാൻ പെടില്ലെന്ന് നല്ല ധൈര്യമായി. അത് കാരണം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്. രണ്ടാമത്തെ പറയാം. ഞങ്ങൾ ഓഫീസേഴ്സ് ആകുമ്പോൾ മിക്കവാറും ഞങ്ങൾക്ക് ഓരോ പാർട്ടികൾ അവർ ഡിസൈഡ് ചെയ്യും. പ്രൈവറ്റ് പാർട്ടി. അത് എ ക്ലാസ് ഹോട്ടലിലായിരിക്കും. അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഓഫീസേഴ്സിന് അവർ തരുന്നത് എന്തായിരിക്കും? ഇതാണ്. ഞാൻ പോകാറില്ല. ഞാൻ ബലാത്കാരം വരില്ലെന്ന് പറയുമ്പോൾ പറയും, കൊക്കക്കോള മാത്രം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോകും. ഞാൻ കൊക്കക്കോള തന്നാൽ തന്നെയും
എൻ്റെ കയ്യിൽ വയ്ക്കും. ഞാൻ പുറത്തു വിടില്ല. കാരണം അതിൽ മിക്സ് ചെയ്യാൻ വഴിൻ്റെ കൂട്ടുകാർ. അത് തന്നെയല്ല, അവർ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും സ്നേഹവും വരും. എന്നോടുള്ള സ്നേഹം അപ്പോഴാണ് കാണുന്നത്. ഞാൻ തന്നിട്ട് കുടിച്ചില്ല എന്ന് പറയും. ഞാൻ കുടിച്ചില്ല. എന്നാൽ എൻ്റെ സൂപ്രണ്ടിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ഞാനന്ന് ഇൻസ്പെക്ടറാണ്, സൂപ്രണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് എൻ്റെ സൂപ്രണ്ട് അവർ പറഞ്ഞു ജോൺ കുടിക്കുന്നവനല്ല എന്ന് പറഞ്ഞപ്പോൾ കുപ്പി വയ്ക്ക്, ഗ്ലാസ് വയ്ക്ക്, വിളിക്ക് എന്ന് ഓർഡർ ചെയ്തു. വിളിച്ചു. എന്നെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് ഒഴിച്ചേച്ച് പറഞ്ഞു, ജോണെ ഞാനാ പറയുന്നത്, കുടിക്ക്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. ഞാനാണ് പറയുന്നത്, അല്പം കുടിച്ചുകൊണ്ട് ചാകില്ല, ഞാനാണ് പറയുന്നത്. എനിക്കറിയാം സൂപ്രണ്ടിന് ഞാൻ കുടിക്കാതെ വന്ന് എന്തെങ്കിലും പ്രശ്നമാക്കാൻ വന്നാൽ എൻ്റെ ജോലി അവിടെ നിന്ന് അവർ ട്രാൻസ്ഫർ ചെയ്ത് വെള്ളം കിട്ടാത്തവർക്ക് ഞങ്ങൾ മാറ്റും. എന്നാൽ ഞാൻ പിടിച്ച പിടിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് ഈ കൊക്കക്കോള ഞാൻ കുടിക്കും. അത് സാറ് എന്ത് പറഞ്ഞാലും വരില്ല, കുടിക്കാം, ഈ കൊക്കക്കോള കുടിക്കും എന്ന് പറഞ്ഞു വളരെ എന്നെ അബ്യൂസ് ചെയ്തു. ഞാൻ പറയുകയാണെങ്കിൽ ഭാഷകളൊന്നും പറയാൻ പറ്റില്ല, അത്ര പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞ് ആൾ പറഞ്ഞു, നാളെ കാണാം എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, നാളെ കാണുകയാണെങ്കിൽ പുള്ളി എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് എത്തിക്കുന്നു. എന്നിരുന്നാലും അങ്ങനെ എനിക്ക് പേടിയുണ്ട്. ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഞാൻ പോയി കഴിഞ്ഞ് എൻ്റെ ക്യാബിനിൽ ഞാനിരിക്കുന്നു. എൻ്റെ സൂപ്രണ്ട് അപ്പുറത്തെ ക്യാബിനിലാണ് ഇരിക്കുന്നത്. കടക്കുന്ന വഴിക്ക് പുള്ളി എൻ്റെ ക്യാബിനിലേക്ക് വന്ന് എന്നെ സല്യൂട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, യു ആർ എ ഗുഡ് ബോയ്. അതെനിക്ക് ഇത്രമാത്രം സന്തോഷം തന്നത്. ദൈവത്തിന് വേണ്ടി നിന്നാൽ റിവാർഡും അതിന് ശരിയായ റിവാർഡ് ദൈവം തരും എന്നുള്ള വിശ്വാസം അന്നാണ് എനിക്ക് വന്നത്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ വിശ്വസിയാണ്. ഞാൻ സാധാരണ ഒരു കാര്യത്തിനും കുടിക്കാനോ പിടിക്കാനോ ഒന്നും ഞാൻ പോകുന്നവനാണ്. എന്നാൽ ഇത് എനിക്ക് ഭയങ്കര പേടി വന്നൊരു സംഭവമാണ്, പേടി സ്വപ്നമായി. എന്നാലത് ദൈവം കരുണയുള്ള ദൈവം, വിശ്വസ്തനായ ദൈവം, വാക്ക് മാറാത്ത ദൈവം. അതിനാൽ ഞാൻ വാസ്തവത്തിൽ ഞാനൊരു വാക്ക് പറയുകയാണ്. ഞാൻ സന്തോഷം വന്ന കരയും, ഞാൻ ദുഃഖം വന്ന കരയില്ല. എൻ്റെ ഒരു ഹാബിറ്റാണ്. ആരും എൻ്റെ വീട്ടിലെ കുടുംബത്തിൽ പലരും മരിച്ചിട്ടുണ്ട്, ഞാൻ കരയില്ല. എന്താണെന്ന് വെച്ചാൽ അവർ പോകേണ്ട സ്ഥലത്തെത്തി. എനിക്ക് ഒന്നിനെക്കുറിച്ചൊന്നും ഇല്ല. ഞാൻ കരയത് ഇങ്ങനെയുള്ള സംഭവമാണ്. നമ്മുടെ ഈ വിശ്വാസത്തിൽ നിൽക്കേണ്ടവർ നശിച്ചു പോകുന്നു. അതാണ് എൻ്റെ സങ്കടം കൂടുതൽ. ദൈവം കരുണയുള്ള ദൈവമാണ്, ഏത് സമയത്തും രക്ഷിപ്പാൻ കഴിവുള്ള ദൈവമാണ്. നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉറപ്പിക്കുന്നുവെങ്കിൽ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാനില്ല. നാളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാളെ അടുത്ത സെക്കൻഡ് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ അവിടെ ജോലി ചെയ്തതും പ്രവർത്തിച്ചതും. അതിന് തന്നെ റിവാർഡ് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഡബിൾ സ്റ്റെപ്പേ കൂടി ഞാൻ വാങ്ങിച്ചവനാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടുപോകുവാൻ എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്നുള്ള ഒരു വാക്കോടുകൂടി ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്കിൾ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ച് നമുക്ക് അങ്കിളിനോടുള്ള ഈ സംസാരം ക്ലോസ് ചെയ്യാം. അങ്കിൾ, ഈ പുതിയ തലമുറയ്ക്ക് അങ്കിൾ ഇത്രയും വർഷം 91 വർഷത്തോളം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും വിശ്വാസം കാക്കുകയും കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെ വളർന്ന് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ പുതിയ തലമുറയോട്, മക്കളോട് പറയാനുള്ളൊരു അഡ്വൈസ് കൂടെ അങ്കിൾ ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ.
ഞാൻ എൻ്റെ സാക്ഷ്യം ഇതിൽ പറഞ്ഞു. എൻ്റെ വിശ്വാസം വചനം എന്ത് പറയുന്നു അതാണ് മനസ്സിലാക്കേണ്ടത്. വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കാര്യം, അല്ലെങ്കിൽ യേശുവിൻ്റെ വായിൽ നിന്ന് ഇത് രണ്ടു മാത്രമാണ് നമുക്ക് വിശ്വസിക്കാനുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക. പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം ചെയ്യുവാനുള്ള ഗ്യാരണ്ടി പോലും പവർ പോലും തന്നിട്ടുണ്ട്, ഇല്ലേ? പാമ്പുകളെയും തേളുകളെയും എല്ലാത്തേരെയും നശിപ്പിക്കാനുള്ള ശക്തി പോലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞാൽ മതി. അതുകൊണ്ട് വചനം ശരിയായി മനസ്സിലാക്കുക, വചനത്തിൽ വളരുക. അതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനയും ഇതാണ്. ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കണം. അപ്പം അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന് നാമ്പ് വരുന്നത് ഒരു ദിവസം കഴിഞ്ഞാൽ നാമ്പ് വരും. അതുപോലെ ഒരു ദിവസം അതിന് വേരും വരണം. ഇത് രണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ നമ്മുടെ വിശ്വാസം ഉറച്ച് നിൽക്കണം, എന്നാൽ അത് വളരുള്ളൂ. അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് വേര് വേണം, അതനുസരിച്ച് അതിൻ്റെ കൂമ്പ് വേണം. അങ്ങനെ വളർന്നാൽ മാത്രമേ വിശ്വാസത്തിൽ നിൽപ്പാൻ കഴിയുള്ളൂ. ആ വിശ്വാസത്തിൽ യേശു വാക്കുമാറാത്തത് യേശു ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ ശരിയായ രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് ആരാധിച്ചു കൊണ്ട് പോകുവാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്, എനിക്ക് പേടിയില്ല. ഇന്ന് അടുത്ത സെക്കൻഡ് നിങ്ങളുടെ കയ്യിലാണോ? അല്ല, എൻ്റെ കയ്യിലല്ല. ഞാൻ ദൈവത്തോട് പറയാണ്, അടുത്ത സെക്കൻഡ് അങ്ങയുടെ കയ്യിലാണ്. എന്ത് വേണമെങ്കിൽ ചെയ്തോ. നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോയാൽ എവിടെ പോകും? ദൈവത്തിൻ്റെ അടുത്ത് പോകും. പറഞ്ഞിട്ടുണ്ട്, യേശു മരിച്ച് ഉയർത്ത യേശുവാണ് നമ്മളെ പറയുന്നത്. അപ്പോൾ നമ്മളും ഉയർത്തു പോകും. യേശുവിൻ്റെ കൂടെ ആണെങ്കിൽ യേശുവിൻ്റെ കൂടെ ഉയർത്തു പോകും. ഉയർത്തു പോയി സ്വർഗത്തിലേക്ക് പോകും. പിന്നെ തന്ന ജീവൻ്റെ കണക്ക് കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അത് കൊടുത്താൽ അതിനടുത്ത സ്റ്റാൻഡേർഡിൽ നമ്മൾക്ക് ജീവിക്കാൻ, അവിടെ സന്തോഷിക്കാൻ കഴിയും. കാലാകാലം തന്നിരിക്കുന്ന ജീവൻ അത് ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. മരിച്ചാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ദൈവത്തോടു കൂടെ ആയിരിക്കും. അല്ലേ, നിങ്ങൾ ദൈവത്തെ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിശാചിനോട് കൂടെ നരകത്തിലായിരിക്കും. ഇതാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയാനുള്ളത്. നിങ്ങൾക്കും കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിച്ചോ. എനിക്ക് 90 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം ചിന്തിക്കുക, ഏത് വഴി പിടിക്കണം ചിന്തിക്കുക. ദൈവമല്ലാതെ ആരും നിങ്ങളെ നടത്താൻ ശക്തനല്ല എന്ന് മാത്രം ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എൻ്റെ സാക്ഷ്യത്തെ നിർത്തുന്നു. ഇത്രയും സമയം നമ്മളോട് ജീവിതാനുഭവവും ഉപദേശവും പറഞ്ഞ ജോണങ്കിളിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഇത് കേൾക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. കർത്താവെ, അങ്കിൾ ജീവിത സാക്ഷ്യം കൊണ്ട് പറഞ്ഞ വാക്കുകൾ കർത്താവെ അങ്ങയെ വിശ്വസിച്ച്, ഓ ലോർഡ്, എന്നേക്കും അങ്ങയോട് കൂടെ ചേർന്ന് ജീവിക്കുവാനുള്ള ആ കൃപയെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ മക്കളിലേക്കും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്കിളിൻ്റെ ജീവിത സാക്ഷ്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.